ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ സീക്വൻസ്? സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്, അറിയുന്നതാണ്. എ സീക്വൻസ്, എ റിയൽ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഫ്രം ദി നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു ദി റിയൽ നമ്പേഴ്സ്. ഓക്കെ, അതായത് വണ്ണിനെ മാപ്പ് ചെയ്യുന്നത് F1, നമ്മൾ F1ലേക്ക് പറയും എഫ് ഓഫ് 1 ആൻഡ് 2 എഫ് ഓഫ് 2. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയൽ നമ്പേഴ്സിനെ ഒരു ഓർഡറിലാക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അറേഞ്ച് ചെയ്യാൻ പറ്റും. റിയൽ നമ്പേഴ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അത്തരം അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് സീക്വൻസ് എന്താണെന്ന് അതിന്റെ അർത്ഥം. നൗ നമുക്ക് ഓരോ ഐഡിയകളിലേക്ക് പോവാം. ബൗണ്ടഡ് സീക്വൻസ്. വാട്ട് ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്? അപ്പോൾ ഒരു സീക്വൻസ് നമുക്ക് തന്നു, an is a sequence and if there is a real number m such that modulus of an is less than or equal to m, modulus of an is less than or equal to m for every n, അതായത് ആഫ്റ്റർ എ നാച്ചുറൽ നമ്പർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ടേംസുകളും ഒരു പെർട്ടിക്കുലർ റിയൽ നമ്പറിനേക്കാളും ചെറുതാണെങ്കിൽ, നമ്മൾ എന്ത് പറയും? ദ സീക്വൻസ് an is bounded. നമുക്ക് ഒരു എക്സാമ്പിൾ 1/n എടുക്കുക. ഓക്കെ, 1/n എന്താണ്? ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ എവരി n. സോ ദിസ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറഞ്ഞ ഡെഫിനിഷൻ ലിമിറ്റ് പോയിന്റ്സ് എന്നുള്ളത് എന്താണെന്നതാണ്. ലിമിറ്റ് പോയിന്റ്സ് ആൻഡ് ലിമിറ്റ്സ്. ലിമിറ്റ് പോയിന്റ്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ലിമിറ്റ് പോയിന്റ്, അപ്പോൾ നമുക്കൊരു സീക്വൻസ് an തന്നു, an എന്നുള്ളൊരു സീക്വൻസ് തന്നു. an എന്നുള്ള സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റ് ആണ് L എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും എല്ലിന്റെ എപ്സിലോൺ നൈബർഹുഡില്, L മൈനസ് എപ്സിലോൺ, L പ്ലസ് എപ്സിലോൺ, എല്ലിന്റെ എപ്സിലോൺ നൈബർഹുഡില് ഈ സീക്വൻസിലെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാലും, ആർബിട്രറി എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ, ഈ എല്ലിന്റെ എപ്സിലോൺ നെയ്ബർഹുഡില് ഈ സീക്വൻസിന്റെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഇൻക്ലൂഡ് ആയിരിക്കണം. ഓക്കെ, കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, an is equal to -1 power n. -1 power n എന്ന് പറയുമ്പോൾ ആ സീക്വൻസ് ഏതാണ്? -1 1 -1 1 -1 1 എക്സെട്ര, അല്ലേ? This is a1, this is a2, a3 എക്സെട്ര. അപ്പൊ ഞാൻ -1 എടുത്തു. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സുഖം എന്താണ്? 1 ആണ്. സോ 1 എടുത്തു. 1ന്റെ ഏത് എപ്സിലോൺ എടുത്താലും, ഞാൻ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/2 എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/2 എടുത്തു. 1/2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/2, 3/2 അല്ലേ? എപ്സിലോൺ നൈബർഹുഡ് എന്ന് പറയുമ്പോൾ 1/2, 3/2 കിട്ടും. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താണ്? എപ്സിലോൺ എന്താണ്? 1 എന്താണ്? കണ്ടെയ്ൻഡ് ആണ്, അല്ലേ? 1/2 വരും, 1 വരും, 3/2 വരും. ഇതിനുള്ളിൽ 1 കണ്ടെയ്ൻഡ് ആണ്, അല്ലെ? 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത്? a2 ആണ്. അതേപോലെ 1നെ തന്നെ നമുക്ക് എന്ത് പറയാം? a4 ആയിട്ട് പറയാം, a6 ആയിട്ട് പറയാം, a8 ആയിട്ട് പറയാം, a10 ആയിട്ട് പറയാം, എക്സെട്ര. അപ്പോൾ ഈ എപ്സിലോൺ നൈബർഹുഡിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട്. ഈ സീക്വൻസിലുള്ള ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഇതിന്റെ ഉള്ളിലുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? 1 ഈസ് എ ലിമിറ്റ് പോയിന്റ്. ഇതേപോലെ ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും നമുക്കത് പറയാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ലിമിറ്റ് പോയിന്റിന്റെ ഒരു ഐഡിയ അതാണ്. ആ ഒരു ലിമിറ്റ് പോയിന്റ്, L ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് an. ശ്രദ്ധിക്കണം, ടേം ശ്രദ്ധിക്കണം. ലിമിറ്റ് പോയിന്റ് എന്നാണ് ഞാൻ പറയുന്നത്. L ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് an if for any epsilon greater than 0 there are infinitely many terms of an belongs to the epsilon neighborhood of an അല്ല, epsilon neighborhood of L. Okay, epsilon neighborhood of L. എല്ലിന്റെ എപ്സിലോൺ നൈബർഹുഡില് an ന്റെ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഓക്കെ,
അപ്പൊ നമുക്ക് ലിമിറ്റ് പോയിന്റ്സ് കിട്ടി. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു സീക്വൻസിന്റെ ബൗണ്ട്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ബൗണ്ടഡ് സീക്വൻസുകളെ കുറിച്ചാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്ത് പറഞ്ഞു, ലിമിറ്റ് പോയിന്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇതേപോലെ ഒരു സീക്വൻസ് നമ്മുടെ കയ്യിൽ കിട്ടി, എൻ എന്നുള്ള സീക്വൻസ് കിട്ടി. സപ്പോസ് അതിന് ലിമിറ്റ് പോയിന്റ് ആണ് എൽ എന്ന് വിചാരിക്കുക, ഓർ മോർ ദാൻ വൺ ലിമിറ്റ് പോയിന്റ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, -1 എത്ര ലിമിറ്റ് പോയിന്റ് ഉണ്ട്, 1ഉം ലിമിറ്റ് പോയിന്റ് ആണ്, -1ഉം എന്താണ് അതിന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. ഓക്കെ, സോ മോർ ദാൻ വൺ ലിമിറ്റ് പോയിന്റ്. അപ്പൊ നമ്മൾ എസ് എന്നുള്ള ഒരു സെറ്റ് എടുത്തു, എന്താ സെറ്റ് ഫോർ ലിമിറ്റ് പോയിന്റ്സ്. ഓക്കെ, all limit points of an. ന്റെ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ എടുത്തു, ന്റെ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ എടുത്തു. അപ്പൊ നമുക്ക് എസ് കിട്ടി. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, ന്റെ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സുപ്രീമം ഓഫ് എസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാം, ഇൻഫിമം ഓഫ് എസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാം അല്ലെ. സുപ്രീമം ഓഫ് എസിന് നമ്മളിവിടെ എസ് ബൗണ്ടഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നില്ല. കാരണം എസ് ബൗണ്ടഡ് അല്ല എങ്കിൽ, ബൗണ്ടഡ് എബോവ് അല്ല എങ്കിൽ സുപ്രീമം ഓഫ് എസ് ആക്ച്വലി എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, പോട്ടെ. നമുക്ക് എന്ത് ചെയ്താൽ മതി, സുപ്രീമം ഓഫ് എസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ സുപ്രീമം ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പുതിയൊരു പേരിട്ട് വിളിക്കും. ഇറ്റ് ഈസ് സുപ്രീമം ഓഫ് എസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ലിമിറ്റ് സുപ്പീരിയർ. അതായത് ഒരു സീക്വൻസ് എടുത്തു, ആ സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ എടുക്കുക. ആ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സുപ്രീമത്തിനെ നമ്മൾ എന്ത് പറയും, സുപ്പീരിയർ എന്ന് പറയും. ആൻഡ് ദ ലിമിറ്റ് സുപ്പീരിയർ ഇസ് ദ സുപ്രീമം ഓഫ് ലിമിറ്റ് പോയിന്റ്സ് ഓഫ് എൻ. ലിമിറ്റ് പോയിന്റ്സ്, ന്റെ ലിമിറ്റ് പോയിന്റ്സുകളുടെ സുപ്രീമത്തെ നമ്മൾ എന്ത് പറയും, ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറയും. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലിമിറ്റ് ഓർ ലിമിറ്റ് ബാർ ഇടുക, ഇവിടെ ലിമിറ്റിന്റെ മുകളിൽ ബാർ ഇടുക, ഈ രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. ആൻഡ് അതിന് ഇൻഫിമത്തിനെ നമ്മൾ എന്ത് പറയും, ലിമിറ്റ് ഇൻഫീരിയർ എന്ന് പറയും. ലിമിറ്റ് പോയിന്റ്സുകളുടെ ഇൻഫിമത്തെ നമ്മൾ എന്ത് പറയും, ലിമിറ്റ് ഇൻഫീരിയർ എന്നും പറയും. ഇതാണ് നെക്സ്റ്റ് കോൺസെപ്റ്റ്, ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റ് ഓഫ് എ സീക്വൻസ് ആണ്. ലിമിറ്റ് ഓഫ് എ സീക്വൻസ്, പോയിന്റ്സ് ഓഫ് എ സീക്വൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം ഡീറ്റെയിൽഡ് പറയണമെങ്കിൽ കുറച്ച് പറയാനുണ്ട് അതിന്റെ ജോമെട്രി പറയുമ്പോൾ. ഏതായാലും നമുക്ക് അതെല്ലാം ഇവിടെ കൂടുതൽ കാര്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ റിസൾട്ടുകളിലാണ് കൂടുതൽ കാര്യം വരുന്നത്. സോ കുറച്ച് സ്പെഷ്യൽ സീക്വൻസുകളുടെ റിസൾട്ടുകൾ നമുക്ക് പറയാം. ലിമിറ്റ് n tends to infinity x power n equal to 0 for mod x less than 1. ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിസൾട്ട് ആണ്. ലിമിറ്റ് n tends to infinity x power n equal to 0 for mod x less than 1. ദാറ്റ് ഈസ് mod x less than 1 പറയുമ്പോൾ നമുക്ക് x is equal to 2/3 എടുത്ത് കൊടുക്കുകയാണെങ്കിൽ x power n എന്ത് വരും, 2/3 all power n വരും അല്ലെ, 2/3 all power n വരും. അങ്ങനെയാണെങ്കിൽ as n tends എങ്ങോട്ട് പോകും, നമുക്ക് ഈ റിസൾട്ട് പ്രകാരം എന്ത് പറയാം, this converges to 0 എന്ന് പറയാം. this converges to 0. Similarly, limit n tends to infinity 1/n equal to 0. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന റിസൾട്ടുകളാണ്. ലിമിറ്റ് n tends to infinity 1/n factorial equal to 0. ലിമിറ്റ് n tends to infinity 1/2 power n equal to 0. നെക്സ്റ്റ് റിസൾട്ട് ആണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട്, കേട്ട് പരിചയമുള്ളത് തന്നെയാണ്. If f is a function, a continuous function, f എന്നുള്ള ഒരു continuous function ആണ്, and limit n tends to infinity an equal to a, an എന്നുള്ളത് an ലേക്ക് കൺവേർജ് ചെയ്യാണ്, f എന്നുള്ള continuous function ആണ്, then നമുക്ക് എന്ത് പറയാം, f of an converges to f of a. That is limit n tends to infinity f of an equal to f of a എന്ന് പറയാം. സോ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ 1 plus a by n, ലിമിറ്റ് n tends to infinity 1 plus a by n all power n equal to e power a എന്നുള്ളത് പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 1 plus a by n all power n is equal to e power a. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ എയുടെ പൊസിഷനിൽ 1 ആണെന്ന് മാത്രം ഒരു എക്സാമിന്, ഒരു സെറ്റ് എക്സാമിന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ലിമിറ്റ് n tends to infinity 1 plus 1 by n all power n is equal to what? സോ നമുക്ക് എന്ത് പറയാം, e power 1 എന്ന് പറയാം, e എന്ന് പറയാം.
ദിസ് റിസൾട്ട്, ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട്. ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ്. സോ അതിന്റെ പ്രൂഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് കടക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫുകൾ നമ്മൾ പറഞ്ഞു പോവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സാൻഡ്വിച്ച് തിയറം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു തിയറം തന്നെയാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ള തിയറം തന്നെയാണ്. കാരണം ഈ തിയറം യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സാൻഡ്വിച്ച് തിയറം ഓർ സ്ക്വീസ് തിയറം രണ്ടും പറയാറുണ്ട്. തിയറം ചെയ്യുന്നത് എങ്ങനെയാണ്? ലെറ്റ് an bn cn be three sequences such that an less than or equal to bn less than or equal to cn for every n. an less than or equal to b less than or equal to cn for every n and an-ന്റെ ലിമിറ്റും cn-ന്റെ ലിമിറ്റും ഈക്വൽ ആയാൽ ആൻഡ് ഈക്വൽ ടു സം l, അങ്ങനെയാണെങ്കിൽ bn ലിമിറ്റ് എന്തായിരിക്കും? l-നോട് ഈക്വൽ ആയിരിക്കും. bn-ന്റെ ലിമിറ്റ് l-നോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് തിയറം പറയുന്നത്. ഓക്കെ, തിയറം പറഞ്ഞൊന്ന് സ്റ്റേറ്റ് ചെയ്ത് പോയാൽ തന്നെ ഓർമ്മ ഉണ്ടായിരിക്കും. കാരണം റിയൽ അനാലിസിസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറംസ് ആണ് സാൻഡ്വിച്ച് തിയറം ഓർ സ്ക്വീസ് തിയറം എന്ന് പറയുന്നത്. an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ലെസ് ദാൻ ഓർ ഈക്വൽ ടു cn ആൻഡ് an-ന്റെയും cn-ന്റെയും ലിമിറ്റ് ഈക്വൽ ആണ്, ഈക്വൽ ടു സം l ആണെന്നുണ്ടെങ്കിൽ bn-ന്റെ ലിമിറ്റ് എന്തായിരിക്കും? l-നോട് ഈക്വൽ ആയിരിക്കും. സിമിലർലി നെക്സ്റ്റ് പറയുന്ന രണ്ട് റിസൾട്ട്, ലിമിറ്റ് n ടെൻസ് ടു n പവർ 1 by n ഈക്വൽ ടു 1 ആൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a പവർ 1 by n ഈക്വൽ ടു 1. ഇത്രയും കാര്യങ്ങളാണ് എക്സാം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് n മൈനസ് n എന്നുള്ളതാണ്. ലിമിറ്റ് ഓപ്ഷൻസ് വരുന്നത് 1, 0, 1/2, ഇൻഫിനിറ്റി. അപ്പൊ ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻ, അതായത് രണ്ട് സീക്വൻസുകളുടെ ഡിഫറൻസ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്കതിനെ ഒരു ഷോർട്ട് ഫോമിലേക്ക് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ള ആദ്യം നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം, റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് n മൈനസ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റ് എന്താ വരുന്നത്? ആ മൈനസിലെടുത്ത് പ്ലസ് ആവും അല്ലെ? അപ്പൊ അതിനെ മേലെ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് n മൈനസ് n ഇൻറ്റു റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് n പ്ലസ് n ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് n പ്ലസ് n. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുക, ഇവിടെ റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് n, ഇവിടെ ആക്ച്വലി ഇത് എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് അല്ലെ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലാണ്. എയുടെ പൊസിഷനിൽ റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് ബിയുടെ പൊസിഷനിൽ n ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ. അപ്പോൾ ഇവിടെ എ എന്താണ്? ആക്ച്വലി റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് ആണ്, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ n സ്ക്വയർ പ്ലസ് n കിട്ടും, n സ്ക്വയർ പ്ലസ് n കിട്ടും. ഓക്കെ, അതുപോലെ ബിയുടെ പൊസിഷനിൽ ഏതാണുള്ളത്? n ആണുള്ളത്, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ n സ്ക്വയർ കിട്ടും. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ n സ്ക്വയർ പ്ലസ് n മൈനസ് n സ്ക്വയർ വരും. സോ നമുക്ക് n സ്ക്വയറും n സ്ക്വയർ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരുന്നുണ്ട്? ഡിവൈഡഡ് ബൈ n ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് n പ്ലസ് n വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ n ക്യാൻസൽ കളഞ്ഞാൽ നമുക്ക് സുഖമായി. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? നമുക്ക് n പുറത്തേക്ക് കിട്ടണം. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് n പുറത്തേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? n സ്ക്വയറിനെ പുറത്തെടുക്കണം അല്ലെ? റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് n സ്ക്വയറിനെ പുറത്തെടുക്കണം. അപ്പൊ ഇവിടുന്ന് n സ്ക്വയറിനെ പുറത്തെടുത്താൽ കിട്ടുക 1 കിട്ടും അല്ലെ? n സ്ക്വയറിനെ പുറത്തെടുത്താൽ 1 കിട്ടും. അതേപോലെ n-ൽ നിന്ന് n സ്ക്വയർ പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1/n കിട്ടും അല്ലെ? n ഡിവൈഡഡ് ബൈ n സ്ക്വയർ വരും, ദാറ്റ് ഈസ് 1/n വരും. സോ റൂട്ടുള്ളിൽ നിന്ന് n പുറത്ത് വരുന്നുണ്ടാവുക നോക്കുക, n വരും, n ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ എന്ത് ചെയ്യും? 1/n സ്ക്വയർ വരുമ്പോൾ ഇവിടുന്ന് n സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ട് അല്ലെ? ഈ n-ൽ നിന്ന് n സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ട്. സോ 1/n വരും. ഇവിടെ n വരും. അതേപോലെ തന്നെ ഇവിടെ പുറത്തെത്തുമ്പോൾ എന്താവും? n ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? n/n ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1/root of 1 plus 1/n plus 1/n കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? ആസ് n tends to infinity 1/n 0യിലേക്ക് പോവും, ഇതും 0യിലേക്ക് പോവും. ബാക്കി എന്താ നമുക്ക് കിട്ടുന്നത്? ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. സോ ഓപ്ഷൻ 1 ഈസ് ട്രൂ. സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ലിമിറ്റ് n tends to infinity
1 by n square plus 1 plus 2 by n square plus 2 plus 3 by n square plus 3 plus etc. plus n by n square plus n is a is equal to 0, b is equal to 1 by 2, c is equal to 1 and d equal to infinity. സോ ഞാൻ ഈ ഒരു സീക്വൻസിനെ ഞാൻ ബി എൻ എന്ന് വിളിച്ചു. ഓക്കെ, ബി എൻ എന്ന് വിളിച്ചു. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ സ്ക്വീസ് തിയറം പറയും, അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ബി എൻ എന്ന് പറഞ്ഞു. ഈ സീക്വൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ ഇതിൽ ഈ ഒരു സീക്വൻസിനെ ഞാൻ ബി എൻ എന്ന് വിളിച്ചു. ഓക്കെ, ബി എൻ ഇസ് ഈക്വൽ ടു 1 by n square plus 1 plus 2 by n square plus 2 plus etc. plus n by n square plus n. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ, ഇവിടെ വേരി ചെയ്യുന്നത് എന്താണ്? 1 1 അല്ലെ, 2 2 3 3, ഈ രീതിയിലാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് k from 1 to n k divided by n square plus k എന്ന് കൊടുക്കാം. ഓക്കെ, k divided by n square plus k എന്ന് കൊടുക്കാം. ഓക്കെ, ഈ രീതിയിൽ കൊടുക്കാം, കുഴപ്പമില്ല, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഇതിന് പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് ഇവിടെ സ്ക്വീസ് തിയറാണ് നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാന്നുള്ളത് നോക്കാം. n square plus 2 is greater than or equal to n square plus 1. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്. n square plus 2 എന്നുള്ളത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n square plus 1 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ, ആൻഡ് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്തായിരിക്കും? ഇനീക്വാലിറ്റി മാറും, ചേഞ്ച് ചെയ്യും. സോ 1 by n square plus 2 is less than or equal to 1 by n square plus 1 എന്ന് വരും. ഓക്കെ, 1 by n square plus 2 is less than or equal to 1 by n square plus 1 എന്ന് വരും. ഇവിടെ സൈഡിൽ എന്ത് ചെയ്യും? 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 എന്തല്ല, നെഗറ്റീവ് അല്ല. സോ നമുക്ക് എന്ത് പറയാം? അതിന്റെ ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യില്ല. സോ 2 by n square plus 2 is less than or equal to 2 by n square plus 1. ഫസ്റ്റത്തെ. ഓക്കെ, അതേപോലെ തന്നെ n square plus 3 is greater than or equal to n square plus 1. റെസിപ്രോക്കൽ എടുക്കുക. 1 by n square plus 3 is less than or equal to 1 by n square plus 1. എന്ത് ചെയ്യും? രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം? 3 മൾട്ടിപ്ലൈ, രണ്ട് സൈഡിലും 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? 3 by n square plus 3 is less than or equal to 3 by n square plus 1. ഓക്കെ, 3 by n square plus 3 is less than or equal to 3 by n square plus 1. സിമിലർലി അങ്ങനെ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം? എക്സെട്ര n square plus n is greater than or equal to n square plus 1 and 1 by n square plus n is less than or equal to 1 by n square plus 1 implies that ഇവിടെ നമ്മൾ എന്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും? n ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, കാരണം ഇവിടെ ഉള്ളത് n ആണ്. സോ n ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. n by n square plus n is less than or equal to n by n square plus 1. ഇനി നമ്മുടെ സീക്വൻസ് എടുക്കുക. സീക്വൻസ് ഇതാണ് അല്ലേ, നമ്മുടെ സീക്വൻസ് ഇതാണ്. 1 by n square plus 1 plus 2 by n square plus 2 plus etc. plus n by n square plus n. ഇവിടെ 1 by n square plus 1 equal to 1 by n square plus 1. സോ ഇവിടെ 1 by n square plus 1 കിട്ടും. നെക്സ്റ്റ് ഇടാൻ നോക്കൂ. 2 by n square plus 2 is less than or equal to എന്താണ്? 2 by n square plus 1 ആണ്. സോ ഹിയർ പ്ലസ് 2 by n square plus 1. ആക്ച്വലി ഞാൻ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഒക്കെ ഈക്വൽ ആക്കി. ഓക്കെ, ഡിനോമിനേറ്റർ ഒക്കെ ഈക്വൽ ആക്കി. അപ്പം എന്ത് കിട്ടി? 2 by n square plus 1 കിട്ടി. നെക്സ്റ്റ് ഇവിടെ ഉണ്ട് 3 by n square plus 3 ഉണ്ട്. അത് നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 by n square plus 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് എക്സെട്ര പ്ലസ് n by n square plus 1. സോ ഡിനോമിനേറ്റർ ഒക്കെ ഈക്വൽ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. ഓക്കെ, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. Now actually what is 1 plus 2 plus 3 plus etc. plus n? ഫസ്റ്റ് n ടേംസിന്റെ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് അല്ലേ? അതെന്താണ്? n into n plus 1 by 2. n into n plus 1 by 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 1 by 2 പുറത്തെടുത്ത് ബാക്കി എന്തുണ്ട്? n സ്ക്വയർ പ്ലസ് n by n സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. സോ ഇതൊക്കെ ലെസ് ദാൻ ആണ് വരുന്നത്. അത് 1 by 2 പുറത്തെടുത്ത് മേലെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് n സ്ക്വയർ പുറത്തെടുത്തു. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് n സ്ക്വയർ പുറത്തെടുത്തു. അപ്പം എന്ത് കിട്ടി? 1 പ്ലസ് n by n square, that is 1 by n divided by n square പുറത്തെടുത്തപ്പോൾ 1 plus 1 by n square കിട്ടി.
സോ n square ആർ ക്യാൻസൽഡ്. സോ ഇവിടെ നിന്നുണ്ട് 1/2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 ബൈ n സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് ബി എൻ. സോ നമുക്ക് എന്താ ആക്ച്വലി കിട്ടിയത്? ബി എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ n ബൈ 1 പ്ലസ് 1 ബൈ n സ്ക്വയർ. ഓക്കെ, ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് എങ്ങനെ പോവും? ഇത് രണ്ടെണ്ണം സീറോയിലേക്ക് പോകും, ഇതും സീറോയിലേക്ക് പോകും അല്ലേ? രണ്ടും സീറോയിലേക്ക് പോകും. നമ്മൾ മുൻപ് പറഞ്ഞ റിസൾട്ട് ആണ്. 1/n സീറോയിലേക്കാണ് പോകുന്നത്. സോ 1/n സ്ക്വയർ സീറോയിലേക്കാണ് പോകുന്നത്. സോ ഇത് ടോട്ടൽ എങ്ങോട്ട് പോകും? 1/2ലേക്ക് പോകും അല്ലേ? 1/1ലേക്ക് പോകും. സോ 1/2 പുറത്തുണ്ട്, 1/2ലേക്ക് പോകും. ഇനി നമുക്ക് എന്തും കൂടി കിട്ടിയാൽ മതി. ഇവിടെ സീക്വൻസ് കിട്ടണം. an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn എന്നുള്ളൊരു സീക്വൻസ് കിട്ടണം. ഇത് നമ്മൾ cn ആക്കിയിട്ട് എടുക്കും. an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn എന്നുള്ളത് കിട്ടണം. അതിൽ an എങ്ങോട്ട് പോകണം? 1/2 കിട്ടിക്കഴിഞ്ഞാൽ ലിമിറ്റ് ഓഫ് an ഈക്വൽ ടു 1/2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓഫ് bn ഉം 1/2 ആണെന്ന് പറയാം. ലിമിറ്റ് ഓഫ് bn ഉം 1/2 ആണെന്ന് പറയാം ബൈ സ്ക്വീസ് തിയറം. അതിനുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഹിയർ നോക്കൂ. ഇവിടെ നമ്മൾ നേരത്തെ ഡിനോമിനേറ്റർ എന്താണ് ആക്കിയത്? n സ്ക്വയർ പ്ലസ് 1 ആണ് ആക്കിയത് അല്ലേ? നേരത്തെ ഡിനോമിനേറ്റർ മുഴുവൻ എന്താക്കി? n സ്ക്വയർ പ്ലസ് 1 ആക്കി. ഇവിടെ നമ്മൾ എന്താക്കും? n സ്ക്വയർ പ്ലസ് n ആക്കും. അതിനുവേണ്ടി ചെയ്യുന്നത് n സ്ക്വയർ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് n അല്ലേ? n സ്ക്വയർ പ്ലസ് 1 is less than or equal to n സ്ക്വയർ പ്ലസ് n. നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്ത് കിട്ടും? 1/n സ്ക്വയർ പ്ലസ് 1 is greater than or equal to 1/n സ്ക്വയർ പ്ലസ് n. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് n സ്ക്വയർ പ്ലസ് 2 എന്താണ്? ലെസ് ദാൻ ഓർ equal to n സ്ക്വയർ പ്ലസ് n ആണ്. അത് നമുക്ക് എന്ത് കിട്ടും? 1/n സ്ക്വയർ പ്ലസ് 2n is greater than or equal to 1/n സ്ക്വയർ പ്ലസ് n. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 2/n സ്ക്വയർ പ്ലസ് 2 is greater than or equal to 2/n സ്ക്വയർ പ്ലസ് n. ഓക്കെ, n സ്ക്വയർ പ്ലസ് n ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് n. സോ n/n സ്ക്വയർ പ്ലസ് n ഈക്വൽ ടു n/n സ്ക്വയർ പ്ലസ് n. ഇനി നമുക്ക് നോക്കാം വിച്ച് ഇംപ്ലൈസ് ദാറ്റ് bn ഈക്വൽ ടു, ഇതാണ് bn അല്ലേ? 1/n സ്ക്വയർ പ്ലസ് 1 വരുന്നുണ്ട് അല്ലേ? ആക്ച്വലി വാട്ട് ഇസ് 1/n സ്ക്വയർ പ്ലസ് 1? 1/n സ്ക്വയർ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/n സ്ക്വയർ പ്ലസ് n. നമ്മൾ മുൻപ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്. 2/n സ്ക്വയർ പ്ലസ് 2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/n സ്ക്വയർ പ്ലസ് n എക്സെട്ര n/n സ്ക്വയർ ഈക്വൽ ടു n/n സ്ക്വയർ പ്ലസ് n. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്റർ ഫുള്ള് n സ്ക്വയർ പ്ലസ് n ഈക്വൽ ആക്കി. മേലെ എന്ത് വരും? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n വരും. സോ നമുക്ക് എന്ത് പറയാം? n ഇൻറ്റു n പ്ലസ് 1/2 ബൈ n സ്ക്വയർ പ്ലസ് n എന്ന് പറയാം. സോ 1/2 പുറത്തെടുക്കാം. n സ്ക്വയർ പ്ലസ് n ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് n വരും. രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി 1/2 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? n 1/2 ആക്ച്വലി എന്താ കിട്ടിയത്? bn is greater than or equal to 1/2 അല്ലെ? bn is greater than or equal to 1/2. ഇവിടെ നോക്കൂ, bn is greater than or equal to 1/2 എന്ന് പറയുമ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n സ്ക്വയർ പ്ലസ് 1, അതായത് ഇത് എന്താണ്? bn ആണ്. ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 പ്ലസ് 1/n. സോ ഇതിന് നമ്മൾ an ആക്കിയിട്ട് എടുത്തു. ഓക്കെ, an is equal to 1/2 ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. കോൺസ്റ്റന്റ് സീക്വൻസ് കൺവേർട്ട് ചെയ്യുന്നത് ആ കോൺസ്റ്റന്റിലേക്ക് തന്നെയാണ്. ഓക്കെ, ആൻഡ് cn is equal to ഇതാണ്. cn ന്റെ ലിമിറ്റ് നമ്മൾ പറഞ്ഞു 1/2 ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ ലിമിറ്റ് n tends to infinity an equal to ലിമിറ്റ് n tends to infinity cn which is equal to 1/2. സോ ബൈ സാൻഡ്വിച്ച് തിയറം ലിമിറ്റ് n tends to infinity bn is equal to 1/2. ലിമിറ്റ് n tends to infinity bn is equal to 1/2 പറയാം. സോ നമ്മുടെ സീക്വൻസിന്റെ ലിമിറ്റ് എന്താണ്? 1/2 ആണ്. സീരീസ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണ്. പോസിറ്റീവ് ടേംസിന്റെ സീരീസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു an എന്നുള്ളൊരു പോസിറ്റീവ് ടേംസിന്റെ സീക്വൻസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. an എന്നുള്ളത് പോസിറ്റീവ് ടേംസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഫിനിറ്റ് സീരീസിനെ ഏത് രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്? സമ്മേഷൻ n ഫ്രം 1 ടു ഇൻഫിനിറ്റി an is equal to a1 plus a2 plus a3 plus etc. ആൻഡ് Sn എന്നുള്ള ഒരു പുതിയ ടേം നമ്മൾ പറയാം. ഓക്കെ, Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an. ഓക്കെ, അതായത് S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 വരും. S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 പ്ലസ് a2 എന്ന് വരും. S3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 പ്ലസ് a2 പ്ലസ് a3 എന്ന് വരും. സോ as n tends to infinity ഇത് എങ്ങോട്ടാ പോകുന്നത്? Sn എങ്ങോട്ടാ പോകുന്നത്? a1 പ്ലസ്
A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര എന്നിലേക്കാണ് പോകുന്നത്. ഇത് ആക്ച്വലി എന്താണ്? സമ്മേഷൻ n ഫ്രം 1 to infinity an ആണ് അല്ലേ? അപ്പൊ ഇത്തരം ഈ Sn എന്ത് പറയുന്നത്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയും ഓഫ് സമ്മേഷൻ an. അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സമ്മേഷൻ an കൺവേർജ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് സാധിച്ചോളണമെന്നില്ല. സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് പറ്റും. ഓക്കെ, സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ് പലപ്പോഴും സാധിക്കും, പക്ഷെ പലപ്പോഴും സാധിക്കൂല. പക്ഷെ സീരീസ് ഓഫ് ആൾട്ടർനേറ്റിംഗ് സീരീസിന്റെ സംഭവം കാണാൻ നമുക്ക് ഇത് ഉപകാരപ്പെടും. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ഡെഫിനേഷൻ ഉപകാരപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സമ്മേഷൻ an കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് സീക്വൻസ് കൺവേർജസ് എന്നുള്ളതാണ്. ഓക്കെ, ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുമ്പോഴാണ് സമ്മേഷൻ an കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആ രീതിയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, Snലൂടെ കൺവേർജ് ചെയ്യുന്നത് കണ്ടിട്ട് ഡിസ്കസ് ചെയ്യും, അല്ലാതെ നമ്മൾ റിസൾട്ട് ആയിട്ട് പറയും ചെയ്യും. ഇവിടെ സീരീസിന്റെ കുറച്ച് റിസൾട്ടുകളാണ്, ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടുകളാണ്, കണ്ട് പരിചയമുള്ള റിസൾട്ടുകളാണ്. ഫസ്റ്റ് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. സെറ്റ് എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് സമ്മേഷൻ an കൺവേർജസ് then limit an equal to 0. അതിന്റെ nth ടേം എന്തായിരിക്കും? 0യിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, സമ്മേഷൻ an കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ nth ടേം 0യിലേക്ക് കൺവേർജ് ചെയ്യും. അതിന്റെ കോൺവേഴ്സ് എന്താവണമെന്നില്ല? ട്രൂ ആവണമെന്നില്ല. ഓക്കെ, അതിന്റെ കോൺവേഴ്സ് ട്രൂ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം എടുക്കുക, an is equal to 1/n എടുക്കാം. ഓക്കെ, an is equal to 1/n. കോൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an 0 ആണെങ്കിൽ സമ്മേഷൻ an കൺവേർജന്റ് ആണെന്നുള്ളത്. അതെന്താവണമെന്നില്ല? ട്രൂ ആവണമെന്നില്ല. കാരണം an equal to 1/n എടുക്കാം. an equal to 1/n എടുത്തു കഴിഞ്ഞാൽ 1/n കൺവേർജസ് ടു 0 ആണ്. സോ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തു. പക്ഷെ ഈ സീരീസ് എന്തല്ല? സമ്മേഷൻ എന്തല്ല? കൺവേർജന്റ് അല്ല. ക്ലാസിക് എക്സാമ്പിൾ ആണ്. സമ്മേഷൻ 1/n ഈസ് നോട്ട് കൺവേർജന്റ്. ക്ലാസിക് കൗണ്ടർ എക്സാമ്പിൾ ആണ്. ഓക്കെ, സമ്മേഷൻ 1/n ഈസ് നോട്ട് കൺവേർജന്റ്. സോ ഈസ് ഡൈവേർജന്റ് എന്ന് പറയാം. ഡൈവേർജന്റ്. ഓക്കെ, സോ ഇഫ് സമ്മേഷൻ an കൺവേർജസ് then limit n tends to infinity an equal to 0. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ്, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു എക്സാമ്പിൾ ആണ് സമ്മേഷൻ p ടെസ്റ്റ്. ഓക്കെ, p സീരീസുകളുടെ സം എന്താണെന്നുള്ളത്, കൺവേർജൻസ് എന്താണെന്നുള്ളത്. ഇത്തരം സീരീസുകളെ നമ്മൾ p സീരീസ് എന്ന് പറയുന്നത്. സമ്മേഷൻ 1/n power p where p belongs to the real numbers. p greater than 1 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. p greater than 1 ആയിരിക്കുമ്പോൾ കൺവേർജ് ചെയ്യും. p less than or equal to 1 ആവുമ്പോൾ ഡൈവേർജ് ചെയ്യും. p equal to 1 ആവുമ്പോഴും ഡൈവേർജ് ചെയ്യും. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ആക്ച്വലി എന്താണ്? ഹാർമോണിക് സീരീസ് ആണ് അല്ലെ? 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര. ഹാർമോണിക് സീരീസ് ആണ്. ഓക്കെ, സോ ഈ സീരീസ് എന്താണ്? ഡൈവേർജന്റ് ആണ്. p less than or equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? p equal to 1 ആവുന്നതാണ് n power 1. ഓക്കെ, n power 1. അപ്പൊ p greater than 1 ആവുമ്പോൾ ദാറ്റ് ഈസ് സമ്മേഷൻ 1/n സ്ക്വയർ എന്താണ്? കൺവേർജന്റ് ആണ്. കാരണം ഇവിടെ p യുടെ പൊസിഷനിൽ വരുന്നത് 2 ആണ്, which is greater than 1. So it is convergent. 1/√n സമ്മേഷൻ 1/√n. റൂട്ട് എന്ന് പറയുമ്പോൾ n power 1/2. ഓക്കെ, ഇവിടെ p equal to 1/2 ആണ് വരുന്നത്, which is less than 1. So this is divergent. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കമ്പാരിസൺ ടെസ്റ്റ്. ഇതും പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതാണ്. ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്യാം. സപ്പോസ് നമുക്ക് രണ്ട് സീക്വൻസ് തന്നു, an ഉം bn ഉം, ആൻഡ് an less than or equal to bn for every n. an is less than or equal to bn for every n. ഏത് n എടുത്താലും an less than or equal to bn ആണ്. ആൻഡ് സമ്മേഷൻ bn, if സമ്മേഷൻ bn കൺവേർജസ്, ഈ സമ്മേഷൻ ഇതിന്റെ സമ്മ് കൺവേർജന്റ് ആണെങ്കിൽ സമ്മേഷൻ an എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. ഓക്കെ, സമ്മേഷൻ bn കൺവേർജന്റ് ആണെങ്കിൽ സമ്മേഷൻ an എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. ആൻഡ് ഇഫ് സമ്മേഷൻ an ഡൈവേർജസ്, സമ്മേഷൻ an ഡൈവേർജന്റ് ആണെങ്കിൽ സമ്മേഷൻ bn എന്തായിരിക്കും? ഓൾസോ ഡൈവേർജന്റ് ആയിരിക്കും. സമ്മേഷൻ bn ഈസ് ഓൾസോ ഡൈവേർജന്റ്. ഓക്കെ, വേഗത്തിൽ പറഞ്ഞു പോവാണ്. നെക്സ്റ്റ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. ഇതാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് വരുന്നത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റും റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും അതേപോലെ തന്നെ കോഷീസ് കണ്ടൻസേഷൻ ടെസ്റ്റ്. അങ്ങനെ 4 ടെസ്റ്റുകളാണ്. പിന്നെ ലെബനീസ് ടെസ്റ്റ്.
ഇത്തരം 5 ടെസ്റ്റുകളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത് ഇഫ് ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എൻ ഈക്വൽ ടു എൽ ആണെന്ന് വിചാരിക്കാം. എ എൻ ബൈ ബി എൻ ഈക്വൽ ടു എൽ. ഇഫ് എൽ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഫൈനൈറ്റ്, ഒരു നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ ആണ് എൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ എ എന്നും സമ്മേഷൻ ബി എന്നും ഒരേപോലെ ബിഹേവ് ചെയ്യും. ഒരേപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് സമ്മേഷൻ എ എൻ കൺവെർജന്റ് ആണെങ്കിൽ സമ്മേഷൻ ബി എന്നും കൺവെർജന്റ് ആണ്. സമ്മേഷൻ ബി എൻ കൺവെർജന്റ് ആണെങ്കിൽ സമ്മേഷൻ എ എന്നും എന്തായിരിക്കും? കൺവെർജന്റ് ആയിരിക്കും. ബോത്ത് ബിഹേവ്സ് എലൈക്ക്. ഇനി ഡൈവർജന്റ് ആണെങ്കിൽ അതും അതേപോലെ തന്നെ. സമ്മേഷൻ എ എൻ ഡൈവർജന്റ് ആണെങ്കിൽ സമ്മേഷൻ ബി എന്നും ഡൈവർജന്റ് ആണ്. സമ്മേഷൻ ബി എൻ ഡൈവർജന്റ് ആണെങ്കിൽ സമ്മേഷൻ എ എന്നും ഡൈവർജന്റ് ആണ്. ഇതാണ് പറയുന്നത്. ഓക്കെ, എൽ നോൺ സീറോ ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. സപ്പോസ് എൽ ഈസ് 0 ആണെങ്കിൽ, എൽ 0 ആണെങ്കിൽ നമുക്ക് ഇതേപോലെ പറയാൻ പറ്റില്ല. ഓക്കെ, എൽ 0 ആണ് ആൻഡ് സമ്മേഷൻ ബി എൻ കൺവെർജന്റ് ആണെങ്കിൽ സമ്മേഷൻ എ എൻ എന്തായിരിക്കും? കൺവെർജന്റ് ആയിരിക്കും. എൽ 0 ആയിട്ട് സമ്മേഷൻ ബി എൻ കൺവെർജന്റ് ആണെങ്കിൽ സമ്മേഷൻ എ എൻ എന്തായിരിക്കും? കൺവെർജന്റ് ആയിരിക്കും. ആൻഡ് എൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിട്ട് സമ്മേഷൻ ബി എൻ ഡൈവേർജന്റ് ആണെങ്കിൽ സമ്മേഷൻ എ എൻ എന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. എൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് സമ്മേഷൻ ബി എൻ ഈസ് ഡൈവേർജന്റ്, then summation a n is divergent. Okay, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ്. നമ്മൾ പരിചയമുള്ള ടെസ്റ്റ് ആണ്. ഡിആലംബർട്ട്സ് റേഷ്യോ ടെസ്റ്റ് ആണ് മുഴുവൻ പേര്. സപ്പോസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസിറ്റീവ് ടേംസിനാണ് കേട്ടോ. നമുക്കൊരു എ എൻ എന്നുള്ള സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. എ എൻ എന്നുള്ള സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇഫ് limit n tends to infinity a n plus 1 by a n equal to l ആണെന്ന് വിചാരിക്കുക. ലിമിറ്റ് n tends to infinity a n plus 1 by a n equal to l. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ a n converges if l less than 1. l less than 1 ആണെങ്കിൽ സമ്മേഷൻ a n എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. l greater than 1 ആണെങ്കിൽ സമ്മേഷൻ a n എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. l ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് കൊണ്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അതിന്റെ കൺവെർജൻസിനെ കുറിച്ചിട്ടോ ഡൈവേർജൻസിനെ കുറിച്ചിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. ഓക്കെ, കൺവെർജൻസിനെ കുറിച്ചോ ഡൈവേർജൻസിനെ കുറിച്ചോ നമുക്ക് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് റൂട്ട് ടെസ്റ്റ് ആണ്. റൂട്ട് ടെസ്റ്റും ഇതേപോലെ തന്നെയാണ്. ഇഫ് ലിമിറ്റ് n tends to infinity a n power 1 by n equal to l, അതായത് nth റൂട്ട്, a n ന്റെ nth റൂട്ട് എന്താണ്? l ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൽ ലെസ് ദാൻ 1 ആണെങ്കിൽ സമ്മേഷൻ എ കൺവെർജന്റ് ആണ്. എൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സമ്മേഷൻ എ ഡൈവേർജന്റ് ആണ്. എൽ ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് എന്ത് ചെയ്യും? ഫെയിൽ ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് റിവൈൻഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡീപ്പായിട്ട് പറയാം. കോഷീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയർ ആണ് കോഷീസ് കണ്ടൻസേഷൻ ടെസ്റ്റ്. ഓക്കെ, സീക്വൻസ് സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അതിൽ പല സീരീസുകളും ഡൈവർജന്റ് ആണോ കൺവെർജന്റ് ആണോ നോക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്നൊരു ടെസ്റ്റ് ആണ്. എ എൻ എന്നുള്ളത് സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ എ എന്നും സമ്മേഷൻ 2 പവർ n a 2 പവർ n ഒരേപോലെ ബിഹേവ് ചെയ്യും. അതായത് സമ്മേഷൻ എ എൻ കൺവെർജന്റ് ആണെങ്കിൽ സമ്മേഷൻ 2 പവർ n a 2 പവർ n എന്ത് ചെയ്യും? കൺവെർജ് ചെയ്യും. സമ്മേഷൻ 2 പവർ n a 2 പവർ n കൺവെർജ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ a n കൺവെർജ് ചെയ്യും. ആൻഡ് ഡൈവർജൻസിന്റെ കേസിലും ഇതേപോലെ തന്നെ. ഡൈവേർജ് ചെയ്യുകയാണെങ്കിലും രണ്ടും ഒരുമിച്ച്, കൺവെർജ് ചെയ്യുകയാണെങ്കിലും രണ്ടും ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 by n log n, സമ്മേഷൻ 1 by n log n. ഓക്കെ, ഇതിന്റെ കൺവെർജൻസ് ഡൈവർജൻസ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൂട്ട് ടെസ്റ്റ് വെച്ചിട്ടോ അതേപോലെ തന്നെ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ടോ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റൂല. കാരണം log n വരുമ്പോൾ log of n plus 1 by log n ഒക്കെ വരുമ്പോൾ നമുക്ക് ആസ് n tends to infinity ഇത് എങ്ങോട്ടാ പോവുക എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നമുക്കിത് വളരെ ഉപകാരപ്പെടും. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ എന്ത്? a n എന്താണ് അപ്പോൾ? 1 by n log n ആണ് അല്ലേ? സോ 2 പവർ n a 2 പവർ n എന്തായിരിക്കും? 2 പവർ n ഇൻറ്റു 1 by a 2 പവർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യുക? 2 പവർ n കൊടുക്കുക അല്ലേ? a 2 പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഉള്ളിടത്തൊക്കെ 2 പവർ n കൊടുക്കുക. അപ്പോൾ ഈ n ന് പകരം ഞാൻ 2 പവർ n കൊടുത്തു. 2 പവർ n ഇൻറ്റു ലോഗ് 2 പവർ n അല്ലേ? ലോഗ് 2 പവർ n.
വളരെ സിമ്പിൾ ആയിട്ട് വരും കേട്ടോ. 2 power n ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് കിട്ടും നമുക്ക്? 1 by log 2 power n അല്ലെ? log 2 power n എന്താണ് ആക്ച്വലി? n log 2 അല്ലെ? log x power n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n log x ആണ്. സോ 1 by n log 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? സമ്മേഷൻ, ഇതിന്റെ സമ്മേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ എടുക്കുമ്പോൾ log 2 കോൺസ്റ്റന്റ് ആണ്. സോ പുറത്തേക്ക് എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 1 by log 2 സമ്മേഷൻ 1 by n എന്നുള്ള ഫോമിലേക്ക് വന്നു. ഇത് നമ്മൾ എന്ത് പറഞ്ഞു? സമ്മേഷൻ 1 by n എന്നുള്ള ഫോമിലേക്ക് വന്നു. ഈ സമ്മേഷൻ 1 by n എന്താണ്? ഡൈവേർജന്റ് ആണ് അല്ലെ? ഹാർമോണിക് സീരീസ് ആണ്, ഡൈവേർജന്റ് ആണ്. സോ സമ്മേഷൻ 2 power n a 2 power n എന്താണ്? ഡൈവേർജന്റ് ആണ്. സോ സമ്മേഷൻ a n എന്താണ്? ഡൈവേർജന്റ് ആണ് ബൈ കോഷി കണ്ടൻസേഷൻ ടെസ്റ്റ്. അപ്പൊ log n ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ടെസ്റ്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിൽ പലപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കോഷീസ് കണ്ടൻസേഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, സോ അതാണ് പോസിറ്റീവ് ടേംസിന്റെ സീക്വൻസുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ആൾട്ടർനേറ്റിംഗ് സീരീസ്. ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് a n എന്നുള്ള ഒരു പോസിറ്റീവ് സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ -1 power n a n സമ്മേഷൻ n ഫ്രം 1 to infinity -1 power n a n ഈ ഫോമിലുള്ളതിനാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഇതിനെ നമുക്ക് പലപ്പോഴും പറയാറുള്ളത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് എന്ന് കൂടി പറയാറുണ്ട്. ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഓർ ലെബനീസ് ടെസ്റ്റ്. ഓക്കെ, ഓർ ലെബനീസ് ടെസ്റ്റ്. ലെബനീസ് ടെസ്റ്റ് പറയുന്നതാണ് a n എന്നുള്ള ഒരു പോസിറ്റീവ് ടേം സീക്വൻസ് എടുത്തു, എന്നിട്ട് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് കിട്ടി. ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ ആ a n നെ കുറിച്ച് നോക്കുക. a n എന്നുള്ളത് മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. a n is monotonically decreasing sequence. ഡിക്രീസിങ് സീക്വൻസ് ആണ്, നമുക്ക് അറിയാലോ എന്താണ് ഡിക്രീസിങ് സീക്വൻസ് എന്നുള്ളത് അറിയാം. ദാറ്റ് ഈസ് a n is greater than or equal to a n plus 1 for every n. Okay, a n is greater than or equal to a n plus 1 for every n. ആൻഡ് ഒരു ഡിക്രീസിങ് സീക്വൻസും ആണ്, അതിന്റെ ലിമിറ്റ് 0യും കൂടി ആണെന്നുണ്ടെങ്കിൽ ഈ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ലെബനീസ് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. a n എന്നുള്ളത് മൊണോട്ടോണിക്കലി ഡിക്രീസിംഗും ആണ്, അതിന്റെ ലിമിറ്റ് 0യും കൂടി ആണെന്നുണ്ടെങ്കിൽ ആ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സമ്മേഷൻ 1/√n എന്നുള്ളത് അല്ലെ? 1/√n എന്താണ്? ഡൈവേർജന്റ് ആണ്. കാരണം സമ്മേഷൻ √n എന്നുള്ളതിനെ 1/n power 1/2 എന്ന് എടുക്കാം. ഇവിടെ ഇതൊരു p സീരീസ് ആണ് അല്ലെ? p equal to 1/2 which is less than 1. p equal to 1/2 which is less than 1 ആണ്. സോ ഈ സീരീസ് എന്താണ്? ഡൈവേർജന്റ് ആണ്. പക്ഷെ ഇവിടെ നോക്കൂ, സമ്മേഷൻ -1 power n by √n എടുത്തു. -1 power n by √n എടുത്തു. അപ്പൊ ഇവിടെ a n എന്താണ് ആക്ച്വലി? ഇതെന്താണ് ആക്ച്വലി? ഏത് ഫോമില? -1 power n a n എന്നുള്ള ഫോമിലാണ്. a n എന്നുള്ളത് ഏത് ഫോമില? 1/√n ആയിട്ടാണ് എടുക്കുന്നത് അല്ലെ? 1/√n ആണ്. 1/√n എന്താണ്? മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ് അല്ലെ? 1/1, 1/√2, 1/√3, 1/√4 അത് ഡിക്രീസ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ്. ആൻഡ് അതിന്റെ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് n tends to infinity a n എന്താണ്? 0യും ആണ്. സോ ബൈ ലെബനീസ് ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം? ഈ സീരീസ് എന്താണ്? കൺവേർജന്റ് ആണ്. പക്ഷെ അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ, അതിന്റെ മോഡുലസ് ആണ് ആക്ച്വലി ഇതില്ലേ -1 power n പോസിറ്റീവ് ആയി. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്താണ് ആക്ച്വലി? ഡൈവേർജന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതും പറയാം. സമ്മേഷൻ -1 power n by n ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്, ഹാർമോണിക് ആണ്, ആൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, ഈ സീരീസ് എന്താണ് ആക്ച്വലി? കൺവേർജന്റ് ആണ്. അപ്പൊ അതിന്റെ വേറൊരു ഡെഫിനിഷൻ പോലെയാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? സീരീസിന്റെ റിസൾട്ടുകൾ തീർന്നു. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അബ്സല്യൂട്ട് കൺവെർജൻസ് ഓഫ് സീരീസ്. സീരീസിന്റെ അബ്സല്യൂട്ട് കൺവെർജൻസ് ആണ്. ഒരു സീരീസ് സമ്മേഷൻ a n കൺവെർജസ് അബ്സല്യൂട്ട്ലി. ഒരു സീരീസ് അബ്സല്യൂട്ട് ആയിട്ട് കൺവെർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ മോഡ് a n കൺവെർജ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, എ സീരീസ് സമ്മേഷൻ a n കൺവെർജസ് അബ്സല്യൂട്ട്ലി ഇഫ് സമ്മേഷൻ മോഡ് a n കൺവെർജസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തെടുത്തു?
സമ്മേഷൻ മൈനസ് 1 പവർ n ബൈ n സ്ക്വയർ എടുത്തു. ഇത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ നോക്കാം അല്ലേ? എങ്ങനെ എഴുതാൻ മതി? അതിന്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് എടുക്കുമ്പോൾ എന്ത് എടുക്കുക? സമ്മേഷൻ 1 ബൈ n സ്ക്വയർ എടുക്കുക. ഇതെന്താണ്? ഈ സീരീസ് എന്താണ്? കൺവേർജന്റ് ആണ്. സോ ഈ സീരീസ് നമുക്ക് എന്ത് പറയാം? അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്ന് പറയാം. സമ്മേഷൻ മൈനസ് 1 പവർ n ബൈ n സ്ക്വയർ എന്താണ്? അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്ന് പറയാം. അതിലുള്ള റിസൾട്ട് ആണ് ഇഫ് സമ്മേഷൻ മോഡ് an is convergent then summation an is also convergent. റിസൾട്ട് ആണ് absolute convergence implies convergence. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിട്ടുള്ള എല്ലാ സീരീസുകളും എന്താണ്? കൺവേർജന്റ് ആണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താവണമെന്നില്ല, ട്രൂ ആവണമെന്നില്ല. കൺവേർജന്റ് ആയിട്ടുള്ള സീക്വൻസുകളൊക്കെ അബ്സല്യൂട്ട് കൺവേർജൻസ് ആവണമെന്നില്ല. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതവിടെ ഇത് കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് ആണ് അല്ലെ? കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് ആണ്. പക്ഷെ അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? സമ്മേഷൻ 1 ബൈ റൂട്ട് n കിട്ടും. ദാറ്റ് ഈസ് നോട്ട് കൺവേർജന്റ്. സമ്മേഷൻ മൈനസ് 1 പവർ n ബൈ റൂട്ട് n എന്താണ്? കൺവേർജന്റ് ആണ്. പക്ഷെ അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? കൺവേർജന്റ് ആയിട്ടുള്ള കിട്ടില്ല. അതാണ് ഡൈവേർജൻസ് ആണെന്ന് പറയും. അത്തരത്തിലുള്ള സീക്വൻസുകൾ, അത്തരത്തിലുള്ള കൺവേർജൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷണൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള കൺവേർജൻസുകളെ നമ്മൾ കണ്ടീഷണൽ കൺവേർജൻസ് എന്ന് പറയും. ദാറ്റ് ഈസ് എ സീരീസ് സമ്മേഷൻ an is said to be converge conditionally if സമ്മേഷൻ an കൺവേർജന്റ് ആണ്, പക്ഷേ മോഡ് an എന്താണ്? ഡൈവേർജന്റ് ആണ്. ഓക്കെ, സമ്മേഷൻ an കൺവേർജന്റ് ആയിട്ട് സമ്മേഷൻ മോഡ് n ഡൈവേർജന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൺവേർജൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷണൽ കൺവേർജൻസ് ഓഫ് സീരീസ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ കൺവേർജൻസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? കണ്ടീഷണൽ കൺവേർജൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഏത്? സമ്മേഷൻ മൈനസ് 1 പവർ n ബൈ റൂട്ട് n ബൈ ലെബനീസ് ടെസ്റ്റ്. ഇതെന്താണ്? കൺവേർജന്റ് ആണ് അല്ലെ? പക്ഷെ ഇതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? മോഡ് മൈനസ് 1 പവർ n ബൈ റൂട്ട് n is equal to summation 1 by root n is divergent. ഓക്കെ, ഡൈവേർജന്റ് ആണ്. സോ ഈ സീരീസ് എന്താണ്? കണ്ടീഷണലി കൺവേർജന്റ് ആണെന്ന് പറയാം. ഓക്കെ, കണ്ടീഷണലി കൺവേർജന്റ് ആണെന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീരീസിലെ റിസൾട്ടുകൾ പറയുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നതാണ്, റിസൾട്ടിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം. xn be a series of real numbers which of the following are true? സമ്മേഷൻ xn കൺവേർജന്റ് ആണെങ്കിൽ സമ്മേഷൻ xn അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞ റിസൾട്ട് അല്ലെ? ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ റിസൾട്ട് എന്തായിരുന്നു? സമ്മേഷൻ xn കൺവേർജന്റ് ആണെന്ന് വിചാരിച്ചിട്ട് സമ്മേഷൻ xn അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആവണമെന്ന് നിർബന്ധമില്ല. അതിന്റെ കോൺവേഴ്സ് ട്രൂ ആണ്. സമ്മേഷൻ xn is absolutely convergent implies summation xn is convergent. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്ത്? xn is equal to minus 1 power n by root n എടുക്കുക അല്ലെ? xn is equal to minus 1 power n by root n എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ xn എന്താണ്? is convergent അല്ലെ? by Leibniz test. by Leibniz test. പക്ഷേ അതെന്തല്ല? but summation xn is not absolutely convergent. നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സമ്മേഷൻ മോഡ് xn കൺവേർജന്റ് ആവണം. മോഡ് xn എന്താണ്? സമ്മേഷൻ 1 by root n ആണ്. This is equal to summation 1 by n power 1 by 2 p equal to 1 by 2 which is less than 1. So it is divergent. Okay, it is divergent. Next option നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫാൾസ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ സമ്മേഷൻ xn is divergent implies xn does not converges to 0 എന്നാണ് പറയുന്നത്. സമ്മേഷൻ xn ഡൈവേർജന്റ് ആണെങ്കിൽ xn എന്തായാലും അങ്ങോട്ട് പോവില്ല, സീറോയിലേക്ക് പോവില്ല എന്നാണ് അവർ പറയുന്നത്. എക്സാമ്പിൾ എടുത്ത് നോക്കാം. xn equal to 1 by n. ഓക്കെ, xn is equal to 1 by n. സമ്മേഷൻ xn എന്താണ്? സമ്മേഷൻ xn equal to summation 1 by n is divergent since p equal to 1 ആണ്. ഓക്കെ, p equal to 1 ആണ്. ഹാർമോണിക് സീരീസ് ഡൈവേർജന്റ് ആണ്. പക്ഷെ അതിന്റെ ലിമിറ്റ് എങ്ങോട്ട് പോകുന്നുണ്ട്? ലിമിറ്റ് n tends to infinity 1 by n equal to 0. സീറോയിലേക്ക് പോകുന്നുണ്ട്. ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് കൺവേർജസ് ടു 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഇറ്റ് ഡസ് നോട്ട് കൺവേർജസ് ടു 0. സോ ഓപ്ഷൻ 2 ഈസ് ഓക്കെ, ഓപ്ഷൻ 2 ഈസ് ഫാൾസ്. ഇനി if xn converges to 0 then summation xn is convergent. ഇതും ഫാൾസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കൂ നിങ്ങൾ. ഈ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാപോസിറ്റീവ് ആണ് അല്ലെ? if xn converges to 0 then summation xn is
കൺവേർജന്റ് എന്നുള്ളത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കോൺട്രാപോസിറ്റീവ് ആണ്. സോ അതെന്തല്ല, ഇത് ട്രൂ അല്ല, സോ ഇതും ട്രൂ അല്ല. എക്സാമ്പിൾ നമുക്ക് നേരത്തെ പറഞ്ഞ തന്നെ എടുക്കാം അല്ലെ. എക്സ് എൻ ഈക്വൽ ടു 1/n സമ്മേഷൻ എക്സ് എൻ എന്താണ് 1/0 ആണ്, പക്ഷെ അതിന്റെ സം എന്തല്ല, കൺവേർജന്റ് അല്ല, ഡൈവേർജന്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഇഫ് സമ്മേഷൻ എക്സ് എൻ ഈസ് കൺവേർജന്റ് then limit n tends to infinity xn square equal to 0. അതിന്റെ റിസൾട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. ഡി summation xn is convergent implies limit n tends to infinity xn equal to 0 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ലിമിറ്റ് n tends to infinity x nth ടേം അങ്ങോട്ട് പോവും, 0യിലേക്ക് പോവും. നമുക്ക് എന്താ കാണേണ്ടത്, ലിമിറ്റ് n tends to infinity xn ന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് n tends to infinity xn into xn. സോ ലിമിറ്റിന്റെ ആൾജിബ്ര വെച്ചിട്ട് ലിമിറ്റ് n tends to infinity xn into limit n tends to infinity xn which is equal to 0 into 0 which is equal to 0. Okay, limit xn, limit n tends to infinity xn into x, limit n tends to infinity xn വരും, അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക ലിമിറ്റിന്റെ ആൾജിബ്ര. ഓക്കെ, 0 into 0 which is equal to 0. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ